ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ വഴിത്തിരിവ്. ബിന്ദു കൊലപ്പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. സെബാസ്റ്റ്യനെ ഈ കേസിലും അറസ്റ്റ് ചെയ്യും. പണം നൽകാമെന്ന ഉറപ്പിലാണ് ആൾമാറാട്ടം നടത്തിയതെന്നാണ് സെബാസ്റ്റ്യനെ സഹായിച്ചിട്ടുള്ള ജയ ക്രൈംബ്രാഞ്ചിൽ നൽകിയിട്ടുള്ള മൊഴി. ശരത് എസ് നൽകും വിവരങ്ങൾ. ശരത്, തീർത്തും നിർണായകമായിട്ടുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ ജയ നൽകിയിട്ടുള്ളത്. മറ്റെന്തെല്ലാം വിശദാംശങ്ങളാണ് ബിന്ദു കൊല്ലപ്പെട്ടിട്ടുള്ള ഈ കേസിൽ നൽകാനായിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കടന്നിരിക്കുന്നത്. ബിന്ദു തിരോധാന കേസ് അത് കൊലപാതക കേസിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ബിന്ദുവിനെ നേരത്തെ കാണാനില്ലെന്ന് മാത്രമായിരുന്നു ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയിരിക്കുന്നത്. ഈ സെബാസ്റ്റ്യനെ കസ്റ്റഡി എടുക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച്. അതിന്റെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ഇപ്പോൾ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ ജൈനമ്മ കൊലപാതക കേസിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. അതുകൊണ്ട് തന്നെയാണ് അതിൽ അങ്ങനെ കൊടുത്ത അനുമതി തേടിയുള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ എന്തായാലും ഇതൊരു കൊലപാതക കേസാണെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ കൂടി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ അത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൊലപാതകം എന്ന വകുപ്പ് ഈ കേസിൽ ചേർത്തിരുന്നില്ല. നിലവിൽ എന്തായാലും ഏറെ നിർണായകമായ നീക്കത്തിലേക്ക് ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു. ഒപ്പം ഇന്നലെ ഈ കേസിൽ ബിന്ദുവായി ആൾമാറാട്ടം നടത്തിയ ജയയെ കൂടി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ജയയാണ് ഈ സെബാസ്റ്റ്യനെ ഇടപ്പള്ളിയിലെ ഭൂമി തട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചില വിവരങ്ങൾ ജയയും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ബിന്ദു ഗൾഫിൽ ആണെന്നാണ് തന്നെ വിശ്വസിപ്പിച്ചെന്നാണ് ജയ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. മാത്രമല്ല ബിന്ദുവിന്റെ സ്ഥലം വിറ്റാൽ തനിക്ക് പണം നൽകാം, ജയയ്ക്ക് പണം നൽകാമെന്നും വാക്ക് നൽകിയിരുന്നു. രജിസ്ട്രേഷൻ ഓഫീസിൽ ജയയ്ക്കൊപ്പം റുക്സാന എന്നൊരു സ്ത്രീ കൂടി എത്തിയതായും ജയയുടെ മൊഴിയിലുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സാമ്പത്തിക ഇടപാട് ജയയും സെബാസ്റ്റ്യനും തമ്മിൽ നടന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ജയയുടെ മൊഴിയിൽ തന്നെ അന്വേഷണ സംഘത്തിന് ഉപകാരപ്പെടുന്ന പല വിവരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായ ഘട്ടത്തിലേക്ക് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു. ബിന്ദു തിരോധാന കേസ് അത് കൊലപാതക കേസായി മാറിയിരിക്കുന്നു. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്.